കർത്താവിന് മഹത്വം. ഒരാൾ എനിക്ക് വചനം വായിച്ച് സഹായിക്കണം. നമ്മൾ ഇനിയും ഉള്ള ആഴ്ചകളിൽ ക്രമീകൃതമായിട്ട് ഒരു ആഴമായ വിഷയത്തിലേക്ക് ഇറങ്ങാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം എന്ന് പറയുമ്പോൾ രക്ഷയെപ്പറ്റി ഇത്രയും ആഴത്തിൽ എഴുതിയേക്കുന്ന മറ്റൊരു ലേഖനമില്ല. നമ്മുടെ രക്ഷയുടെ സന്തോഷം മടക്കി കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കർത്താവ് നമുക്ക് ചെയ്ത യാഗത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും, അഥവാ ദൈവ സ്നേഹത്തിലേക്ക് ഇനി വളരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആർക്കാണേലും ഈ രക്ഷയെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മനോഹരമായ ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബൈബിളിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1500 വർഷങ്ങളിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. ഇതൊറ്റ പുസ്തകമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തില് 39 പുസ്തകവും പുതിയ നിയമത്തില് 27 പുസ്തകങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വേദപുസ്തകത്തിന്റെ ഇൻഡെക്സ് പേജ് നമുക്കൊരു നിമിഷം ഒന്ന് എടുക്കാം. ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ബൈബിളിൽ ഉണ്ടാകും. അതിൽ 2 സെക്ഷനായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഈ പഴയ ഓൾഡ് ടെസ്റ്റമെന്റിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ 4ആയിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ ബുക്സ് ഓഫ് ദ ലോ അല്ലെങ്കിൽ പെന്ററ്റുക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന പുസ്തകങ്ങളാണ് ഈ ആദ്യത്തെ 5 പുസ്തകങ്ങൾ. നമുക്ക് എളുപ്പത്തിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഇൻഡെക്സ് പേജിൽ തന്നെ ഒരു പേന വെച്ചൊരു വര വരച്ചിട്ട് ലോ, ബുക്സ് ഓഫ് ദ ലോ. അടുത്ത പുസ്തകങ്ങൾ ജോഷുവ മുതൽ എസ്തർ വരെ നാം കാണുന്നു ചരിത്ര പുസ്തകങ്ങൾ, ഹിസ്റ്റോറിക് ബുക്സ്. ജോഷുവ മുതൽ എസ്തർ വരെ ഹിസ്റ്റോറിക് ബുക്സ്. എന്നിട്ട് ഇയ്യോബ് തൊട്ട് ഉത്തമ ഗീതം വരെ, ജോബ് ടു സോങ് ഓഫ് സോളമൻ, കാവ്യ പുസ്തകങ്ങൾ അഥവാ പോയറ്റിക് ബുക്സ്. അതിനുശേഷം ഐസയ തൊട്ട് മലാഖായി വരെ നാം കാണുന്നു പ്രവചന പുസ്തകങ്ങൾ, പ്രോഫറ്റിക് ബുക്സ്. അങ്ങനെ 4 വിഭജനങ്ങളാണ് പഴയ നിയമ പുസ്തകങ്ങൾക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിഭജനങ്ങൾ പറയാനായിട്ട് കാരണം പഠന സൗകര്യത്തിനായിട്ട് നമ്മൾ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ 4 വിഭജനങ്ങളാണ് നാം കാണുന്നത്. ഒന്നാമതായിട്ട് ഗോസ്പിൾസ്, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അങ്ങനെ 4 ഗോസ്പിൾസ് നാം കാണുന്നു. ഈ ഗോസ്പിൾസ് എന്ന് പറയുന്നത് യേശുവിന്റെ ഐഹിക കാലത്തില് ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തെ പറ്റി വിവരിക്കുന്ന പുസ്തകങ്ങളാണ് ഗോസ്പിൾസ്. അതിനുശേഷം നമ്മൾ ഒരു ചരിത്ര പുസ്തകം കാണുന്നു, അപ്പോസ്തല പ്രവർത്തികൾ. ആദ്യ നൂറ്റാണ്ടിലെ സഭയെ പറ്റിയുള്ള വിശദമായ ഒരു രേഖയാണ് അപ്പോസ്തല പ്രവർത്തികൾ. അതിനുശേഷം നാം ലേഖനങ്ങൾ കാണുന്നു, എപ്പിസ്റ്റൽസ്. റോമർ തൊട്ട് യൂത വരെ നാം കാണുന്നു എപ്പിസ്റ്റൽസ് അഥവാ ലെറ്റേഴ്സ്. ഇത് സംസാരിക്കുന്നത് വേദശാസ്ത്രപരമായ കാര്യങ്ങളും ക്രിസ്തീയ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങളും സഭയുടെ ക്രമത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നാം ഈ പുസ്തകങ്ങളിൽ എപ്പിസ്റ്റൽസ് അഥവാ ലേഖനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവസാനത്തത് ഒരു പ്രൊഫറ്റിക് ബുക്കാണ്, ബുക്ക് ഓഫ് റെവലേഷൻ. ബുക്ക് ഓഫ് റെവലേഷൻ. ഈ ബുക്ക് ഓഫ് റെവലേഷനിൽ നമ്മൾ അന്ത്യകാലത്തെ പറ്റിയും ന്യായവിധിയെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ലേഖനങ്ങളെ പിന്നെയും വിഭജിക്കാനായിട്ട് സാധിക്കും. പൊളൈൻ ലെറ്റേഴ്സ്, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, റോമർ തൊട്ട് ഫിലേമോൻ വരെ പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തിമോത്തി, 2 തിമോത്തി, ടൈറ്റസ്, ഫിലേമോൻ. ഇത്രയും പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ്. ഇതിൽ തന്നെ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നിവ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അഥവാ ഇടലേഖനങ്ങൾ. പ്രത്യേകിച്ച് ദൈവസഭയെ നയിക്കുന്നവര് അഥവാ ദൈവ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഇടയലേഖനങ്ങളിൽ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസിന്റെ ലേഖനം. അതുപോലെ
പിന്നീട് നാം കാണും എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരനെ പറ്റി വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ ഇല്ല. എന്നാൽ ഞാനും വിശ്വസിക്കുന്നത് അത് പൗലോസ് തന്നെ എഴുതിയത് ആയിരിക്കുമെന്ന്. എന്നാൽ നമുക്ക് അതിലേക്ക് നമുക്ക് കടക്കണ്ട. അതിനുശേഷം യാക്കോബ് തൊട്ട് യൂദ വരെ നാം കാണുന്നു വേറെ വ്യക്തികളാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അമേൻ. പത്രോസും യോഹന്നാനും യൂദയും യാക്കോബും ഒക്കെ എഴുതിയ ലേഖനങ്ങളാണ് നാം പിന്നീട് കാണുന്നത്. അതിനുശേഷം നാം പ്രവചന പുസ്തകമായ വെളിപ്പാടിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് വേദപുസ്തകത്തിന്റെ ഒരു ഡിവിഷൻ എന്ന് വെച്ചാൽ. അപ്പൊ നാം ഇപ്പം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആധാരമായിട്ട് എടുക്കുന്നത് പൊളൈൻ എപ്പസ്റ്റൽസിന് പൗലോസ് എഴുതിയ ലേഖനങ്ങളിലെ വളരെ കരുത്തുറ്റ ഒരു ലേഖനമായ റോമാലേഖനത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. റോമാലേഖനത്തെ പറ്റി പറയാനാണെങ്കിൽ എഴുത്തുകാരൻ പൗലോസ് ആണെന്നുള്ള വിഷയത്തെ പറ്റി തർക്കമില്ലാത്ത കാര്യമാണ്. റോമാലേഖനത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനായിട്ടാണെങ്കിൽ പൗലോസ് ഇത് എഴുതുന്നത് തേർട്ടിയസ് എന്നൊരാൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തേർട്ടിയസ് ആണ് ഇത് എഴുതി കൊടുക്കുന്നത്. 16 അധ്യായം 22 വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത് എഴുതുന്നത് കൊരിന്തിൽ വെച്ച് ഗായോസിന്റെ വീട്ടിൽ നിന്നാണ്. കൊരിന്തിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഇത് AD 57 വർഷത്തിലാണ് എഴുതപ്പെട്ടത്. ഫേബി വഴിയാണ് ഈ ലേഖനം വായനക്കാരിലേക്ക് ഇത് എത്തിച്ചത്. നാം മനസ്സിലാക്കുന്നത് 3-ാം മിഷണറി യാത്രയിൽ പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ റോമയിലെ സഭയാണ്. റോമയിലെ സഭ ആര് നട്ടുവെന്ന് ഉള്ളതിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരണങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ റോമയിലെ സഭ പൗലോസ് അല്ല നട്ടേന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് റോമാലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും. പൗലോസ് അല്ല ഈ സഭ നട്ടത്. എന്നാൽ അധികം പേര് അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് 5-ാം വാക്യത്തിൽ നാം കാണുന്നു. 5-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പൊ സകല ദേശങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ വന്നു. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? റോമക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ ഉണർവിന് അനന്തരമായിട്ട് ആ ഉണർവിൽ ഭാഗമായ ചില വ്യക്തികളാണ് പിന്നീട് ചെന്ന റോമിലെ സഭ നട്ടതെന്ന് ശാസ്ത്രജ്ഞന്മാര് അഭിപ്രായപ്പെടുന്നു. ഈ പൗലോസ് ഈ സഭയിൽ ശുശ്രൂഷിച്ചിട്ടില്ല, ആ സഭയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം കാണുന്നു പൗലോസ് ഇവിടെ ആ സഭയിലെ ചില പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചല്ല ഈ ലേഖനം എഴുതുന്നത്. കൊരിന്ത് ലേഖനം നാം നോക്കിക്കഴിഞ്ഞാൽ ഭിന്നതയെ പറ്റി, മ്ലേച്ഛതയെ പറ്റി, വേറെ ആരാധനയുടെ ക്രമങ്ങളെ പറ്റി, അങ്ങനെ വിവിധ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത, ചില പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്ത്, ചില ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത കൊരിന്ത് ലേഖനമൊക്കെ എഴുതുന്നെങ്കിൽ പോലും റോമാലേഖനം നാം നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തെ ഫോക്കസ് ചെയ്തല്ല എഴുതുന്നത്. പകരം വ്യവസ്ഥിതമായ ദൈവവചനം ഒരു എക്സ്പോസിഷനാണ് നാം റോമാലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിൽ വളരെയധികം ദൈവത്തിനായിട്ട് സ്വാധീനിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ റോമാലേഖനം വലിയൊരു പ്രചോദനമായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിനൊക്കെ നേതൃത്വം വഹിച്ച മാർട്ടിൻ ലൂതർ എന്ന വ്യക്തി പോലും ഈ റോമാലേഖനത്തെ വിളിക്കുന്ന ചീഫ് ബുക്ക് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് എന്നാണ്. ഈ റോമാലേഖനം വായിച്ച തനിക്ക് ആ ഒരു ദൈവത്തിനായിട്ട് നിൽക്കണം എന്നുള്ളതിനെ പറ്റിയും രക്ഷയെ പറ്റിയും മനസ്സിലാവാനായിട്ട് അതിനായിട്ട് പുതിയ സ്റ്റെപ്പ് എടുക്കുവാനായിട്ടും ഇടയായി തീർന്നത്. ഈ എല്ലാ പുസ്തകങ്ങൾക്കും ഒരു താക്കോൽ വാക്യമുണ്ട്. നമ്മൾ ആ താക്കോൽ വാക്യം എപ്പോഴും മെമ്മറൈസ് ചെയ്യുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ഈ താക്കോൽ വാക്യത്തിൽ നിന്ന് നമുക്ക് ബാക്കി പുസ്തകത്തിന്റെ ബാക്കി വിഷയങ്ങൾ മനസ്സിലാവാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിന്റെ താക്കോൽ വാക്യം റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യമാണ്. നമുക്കൊരാൾക്ക് പൊതുവിൽ അത് വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാ? കാരണം ആ വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാകണം. ആദ്യം യഹൂദനും പിന്നെ യവനനും അത്
ദൈവശക്തിയാവുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, സുവിശേഷം. സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. സുവിശേഷം എന്താന്നുള്ളത് വളരെ സംക്ഷിപ്തമായിട്ട് ആദ്യത്തെ 3 വാക്യങ്ങളുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് സുവിശേഷത്തെ പറ്റി പറയുന്നുണ്ട്. റോമർ 1-ാം അധ്യായം 1 തൊട്ട് 3 വരെ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ നാം കാണുന്നു, സുവിശേഷം എന്ന് പറയുമ്പോൾ ഒറ്റ സുവിശേഷമേ ഉള്ളൂ, ജീവനിലേക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. സുവിശേഷം എന്തിനെ പറ്റിയ? ക്രിസ്തുയേശുവിനെ പറ്റിയ സുവിശേഷം. ഇവിടെ നാം വായിക്കുന്ന ഒരു പദമുണ്ട്, ദ ഗോസ്പൽ ഓഫ് ഗോഡ്, അഥവാ ദൈവത്തിന്റെ സുവിശേഷം. എന്ന് വെച്ചാൽ ഈ സുവിശേഷത്തിന്റെ സോഴ്സ് ആരാ? ദൈവമാണ്. ഗോഡ് ഇസ് ദ സോഴ്സ് ഓഫ് ദ ഗോസ്പൽ. അതുപോലെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ദിസ് ഇസ് എ ഗുഡ് ന്യൂസ്, ദിസ് ഇസ് നോട്ട് എ ന്യൂ ന്യൂസ്. ഇതൊരു പുതിയ അറിവല്ല, ഇത് ഒരു സുവാർത്തയാണ്. നമ്മളെ വാർത്തകളിൽ കാണുന്ന പുതിയ അറിവാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇതൊരു പുതിയ അറിവല്ല, ഇതൊരു സുവിശേഷമാണ്. ആമേൻ. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു? 2-ാം വാക്യം വായിക്കാം. അപ്പൊ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് നോട്ട് എ ന്യൂ ന്യൂസ്, ദിസ് ഇസ് എ ഗുഡ് ന്യൂസ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ആധികാരികതയുണ്ട്. ഇറ്റ് ഹാസ് അതോറിറ്റി ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ന്യൂ ന്യൂസ്, ഇറ്റ് ഇസ് എ ഗുഡ് ന്യൂസ്. തന്റെ പ്രവാചകന്മാര് ഇത് മുൻകൂട്ടി പ്രവചിച്ചതാണ്. പ്രവചന പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. 1 പത്രോസ് 1:10 നാം വായിക്കുന്നു, പ്രവാചകന്മാര് ഈ സുവിശേഷത്തില് പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ കാണുവാനായിട്ട് ആരാഞ്ഞ് ശ്രമിച്ചു, എന്നാൽ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. വായിക്കാം 1 പത്രോസ് 1:10. ക്രിസ്തുവിന്റെ കഷ്ടതയെ പറ്റി മഹിമയെ പറ്റിയും ഒക്കെ വെളിപ്പാട് ലഭിച്ചു. ഇവര് ഇതിനായിട്ട് ആരാഞ്ഞ് നോക്കി, പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് അത് കാണാനായിട്ട് ദൈവം അവസരം ഒരുക്കി. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ആ സുവിശേഷത്തെ രുചിക്കുവാനായിട്ട് അവസരം ഒരുക്കി. ഈ സുവിശേഷം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനുള്ള ഏക വഴിയാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സുവിശേഷത്തിന്റെ ആധികാരികതയെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവണം. ഇത് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ സുവിശേഷത്തെ പറ്റി വ്യക്തമായ അറിവ് നമുക്ക് ലഭിക്കണം. ആമേൻ. അത് നമ്മൾ ഈ പഠനത്തിലൂടെ പോലും ഉദ്ദേശിക്കുന്നത്, ഈ പഠനം കഴിയുമ്പോഴത്തേക്ക് സുവിശേഷം എന്താണ്, യേശു നമുക്ക് ചെയ്തത് എന്താന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഇവിടെ പൗലോസ് പറയുന്നു, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല എന്ന്. തൽക്കാലം ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സുവിശേഷത്തെ പറ്റി ലജ്ജയുണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഇത് ഒരു ലിറ്റററി ഫോമാണ്, ഡബിൾ നെഗറ്റീവിന്റെ ഒരു ലിറ്റററി ഫോമാണ്. ഇവിടെ പൗലോസ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, ഐ ആം പ്രൗഡ് ഓഫ് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തെ പറ്റി അഭിമാനിക്കുന്നു. എനിക്ക് സുവിശേഷത്തെ പറ്റി ലജ്ജയില്ലെന്ന് മാത്രമല്ല, ഞാൻ അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ സുവിശേഷം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ ഈ സുവിശേഷത്തെ പറ്റി? അതോ നമ്മുടെ മേളിൽ വന്നു പോയ ഒരു മുഖമായിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്? അയ്യോ, ഒരു ബുദ്ധിമുട്ടായിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്? എന്നാൽ ഈ പഠനം കഴിയുമ്പോഴത്തേക്ക് കർത്താവ് നമുക്ക് ചെയ്തതിന്റെ ആഴം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുവിശേഷത്തെ പറ്റി ലജ്ജയില്ലാതെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. റോമലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, താക്കോൽ വാക്യത്തിൽ പൗലോസ് പറയുന്നു, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. ഈ പൗലോസ് ഇത് വെറുതെ ആണോ പറയുന്നത്?
അല്ല. പൗലോസിന്റെ മുമ്പത്തെ പുസ്തകമായ അപ്പോസ്തല പ്രവർത്തികൾ നാം നോക്കിക്കഴിഞ്ഞാൽ ഉടനീളം നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് സുവിശേഷത്തിനായിട്ട് ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചു. അവിടെ എല്ലാം താൻ തെളിയിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. ഫിലിപ്പിയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷ നിമിത്തം താൻ കാരാഗൃഹത്തിൽ പോകേണ്ട അവസ്ഥകൾ വന്നു. തെസലോനിക്കയില് തനിക്ക് ഓടേണ്ട അവസ്ഥകൾ വന്നു. ബെറോവയില് തന്നെ സ്മഗിൾ ചെയ്ത് ചെയ്യേണ്ട അവസ്ഥ വന്നു. അഥീനയില് സുവിശേഷ നിമിത്തം താൻ പരിഹസിക്കപ്പെട്ടു. കൊരിന്തില് സുവിശേഷം ഭോഷത്വമാണെന്ന് ആളുകൾ പറഞ്ഞു. ഇവിടെ എല്ലാം നാം കാണുന്നു സുവിശേഷത്തിനായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിഹാസവും നിന്ദ്യവും സഹിച്ചൊരു പൗലോസിനെയാണ്. പക്ഷെ അവിടെ പൗലോസിന് പറയാൻ ഒന്നുണ്ട്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല, ഞാൻ സുവിശേഷത്തെ പറ്റി അഭിമാനിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ, എന്ന് വെച്ചാൽ എനിക്ക് സുവിശേഷത്തെ പറ്റി ലജ്ജ ഇല്ല. അടുത്ത ഭാഗം നാം നോക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന ഏവനും ദൈവ ശക്തിയാകുന്നു. സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാം. ആമേൻ. അങ്ങനെ ദൈവശക്തിയായിട്ട് അത് വ്യാപരിക്കുന്നത്. ഈ രക്ഷ നമ്മളിലേക്ക് പകരപ്പെടുന്നതിന്റെ മീൻസ് എന്തോ, എങ്ങനെയാണ് രക്ഷ നമ്മളിലേക്ക് പകരപ്പെടുന്നത്? വിശ്വാസത്തിലൂടെയാണ്. നമ്മൾ ഈ കർത്താവിന്റെ ത്യാഗ മരണത്തിലേക്ക് അർപ്പിക്കുന്ന വിശ്വാസ നിമിത്തമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ രക്ഷ മുഴുലോകത്തിന് വേണ്ടിയുള്ളതാണോ? യേശു മരിച്ചത് മുഴുലോകത്തിന് വേണ്ടിയാണേ പോലും രക്ഷ ആർക്ക് വേണ്ടിയാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. The whole world has the scope to believe. മുഴുലോകത്തിനും വിശ്വസിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്, സാധ്യതയുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നതിന് മാത്രമേ ഇത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നത്. ആമേൻ. വിശ്വസിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കി മഹൽ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഈ വിശ്വാസത്തിലൂടെ നാം രക്ഷയെ ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ഈ മഹത്വമേറിയ സുവിശേഷത്തെ പറ്റി ആദ്യം കേട്ട് മനസ്സിലാക്കി അത് സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. ഈ വാക്യത്തെ പറ്റി തുടർന്ന വിവരങ്ങൾ നാം മുന്നോട്ടുള്ള ആഴ്ചകളിൽ ചിന്തിക്കും. ആമേൻ. ഒന്ന് രണ്ട് ചിന്തകളോട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഒരു വ്യക്തി ചോദിക്കുക, എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ നമുക്കത് സമയത്തും അസമയത്തും പറയാനായിട്ട്, ലളിതമായിട്ട് പറയുവാനായിട്ട് സാധിക്കണം. അപ്പൊ ഇവിടെ എന്തോ നടക്കുന്നതെന്ന് വെച്ചാൽ, കർത്താവ് നമുക്ക് ചെയ്ത കാര്യം വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി അതിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ വിശ്വാസം അർപ്പിക്കാൻ സാധിച്ചത് പോലും ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് മുന്നോട്ട് നാം കാണുന്നു, ഇത് ആദ്യം യഹൂദന് പിന്നെ യവനനും ഇത് ദൈവശക്തിയാകുന്നു. അപ്പൊ സുവിശേഷം ആദ്യം വന്നത് യഹൂദന്, പിന്നെ യവനനും ദൈവം ആ മുഖാന്തരങ്ങൾ ഒരുക്കി. എന്തിൽ നിന്നാ ദൈവം നമുക്ക് രക്ഷ നൽകിയത്? പാപത്തിൽ നിന്നാ ദൈവം നമുക്ക് രക്ഷ നൽകിയത്. 18-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവ കോപത്തിൽ നിന്നാ ദൈവം നമുക്ക് രക്ഷ നൽകിയത്. ഈ സുവിശേഷത്തെ പറ്റി പറയുന്ന പൗലോസ് പറയുന്ന ഒരു വാക്കാ, ഇത് വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാകുന്നു. ഇത് ഒരു ശക്തി, ഇറ്റ് ഹാസ് പവർ. ഇതൊരു സ്ഫോടനം പോലത്തെ ഒരു എക്സ്പ്ലോസീവ് പവറാണ് സുവിശേഷം. അതിൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ആദ്യത്തെ ഉദാഹരണം കൊരിന്ത്യർ സഭയോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു. നേരത്തെ നിങ്ങള് ബിംബാരാധകരായിരുന്നു. അപ്പൊ ഇവരാരായിരുന്നു? ദുർനടപ്പുകാരായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു, വ്യഭിചാരികളായിരുന്നു, സ്വയഭോഗികളായിരുന്നു, അതെ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനികൾ, അതെ അതെ എന്നിവ ദൈവരാജ അവകാശമാക്കിയില്ല. 11-ാം വാക്യം, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, പക്ഷെ എന്തു പറ്റി? എങ്കിലും ആമേൻ. അപ്പൊ നിങ്ങളും ഇതുപോലുള്ളവരായിരുന്നു, പക്ഷെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ
ശുദ്ധീകരിക്കപ്പെട്ടു. അതല്ലേ നമ്മൾ ഓരോരുത്തരുടെ സാക്ഷ്യം. അവൻ പാപികളും ദോഷികളുമായിരുന്ന നമ്മെ ദൈവം വിളിച്ച് വേർപെടുത്തി. അതൊരു സ്ഫോടനമാണ്. ഈ ലേഖനം എഴുതിയ പൗലോസിനോട് ചോദിച്ചാട്ടെ, പൗലോസ് പറയും, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു, പാപികൾ ഒന്നാമനായിരുന്നു. എന്നാൽ ഈ സുവിശേഷത്തിന്റെ സ്ഫോടനം എന്റെ ജീവിതത്തിലും നടന്നു. എന്റെ ജീവിതത്തിലും നടന്നു. ഞാൻ യേശുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഈ സ്ഫോടനം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ സ്ഫോടനം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്തതുപോലെ, നമ്മുടെ ഉള്ളിൽ തിളയ്ക്കുന്നത് പോലെ ഈ സുവിശേഷത്തിന് ആക്കി തീർക്കാനായിട്ട് സാധിക്കും. കർത്താവ് വരുന്നത് നല്ല വ്യക്തികളെ കൊണ്ടുപോകാനായിട്ടല്ല, സുവിശേഷം സ്വീകരിച്ച് തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ കൊണ്ടുപോകാനായിട്ടാണ്. അപ്പൊ നാം കണ്ടു, ഇത് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാണ്. ആദ്യ യവനനും പിന്നെ യഹൂദനും ദൈവശക്തിയാണ്. ഞാൻ ഈ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കുന്നില്ല. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.